വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമ്മുടെ സമയം മുമ്പോട്ട് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണല്ലോ. ദൈവവചനത്തിൻ്റെ സമയത്തിനൊട്ടും നമുക്ക് കുറവ് വരുത്താനായിട്ട് കഴിയുകയില്ല. തീർച്ചയായിട്ടും അതിനുവേണ്ടി ക്രമീകരിക്കപ്പെട്ട സമയം തന്നെ ഉപയോഗിക്കുന്നതായിരിക്കും എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുന്നു. ഇന്ന് ഒരുമിച്ച് നമുക്ക് ദൈവവചനം ധ്യാനിക്കാനായിട്ട് സങ്കീർത്തനം വായിച്ചത് ഇന്ന് ഞാൻ ശുശ്രൂഷിക്കാൻ ആഗ്രഹിക്കുന്നതായ ചിന്തയോട് വളരെ ചേർന്നെടുക്കുന്ന ഒരു സങ്കീർത്തനമാണ്. ആ സങ്കീർത്തനം അതുകൊണ്ടാണ് തിരഞ്ഞെടുത്തതെങ്കിലും മറ്റൊരു വേദഭാഗത്തിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. എങ്കിൽ തന്നെയും ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൻ്റെ 2-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. എനിക്ക് വേണ്ടി സകലവും നിർവഹിക്കുന്ന ദൈവത്തെ തന്നെ. പ്രൈസ് ദി ലോർഡ്. ദാവീദിൻ്റെ ജീവിതത്തിൽ ആ സങ്കീർത്തനത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ വായിക്കുന്നു. ശൗലിനെ പേടിച്ചിട്ട് ഓടിപ്പോകുന്ന സമയത്ത് താൻ ചമച്ചതായ ഒരു സങ്കീർത്തനമാണ്. സങ്കീർത്തനത്തിനെല്ലാം ഒരു പശ്ചാത്തലമുണ്ട്, സങ്കീർത്തനത്തിനൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. അത് ബാക്ക്ഗ്രൗണ്ട് പഴയ നിയമ പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ വി കുഡ് സീ ദ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ഈച്ച് ആൻഡ് എവറി സാംസ്, മോസ്റ്റ് പ്രോബബ്ലി ഓൾമോസ്റ്റ് ഓൾ സാംസ്. ഈ ദാവീദിൻ്റെ ജീവിതവുമായി ബന്ധപ്പെടുത്തുമ്പോൾ ഒത്തിരി സംഭവങ്ങൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ശൗലിനെ പേടിച്ച് പല ആവർത്തി തനിക്ക് ഓടിപ്പോകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. അതിൽ ഒരു പ്രത്യേകമായ ഇൻസിഡൻറ്റ് ഇന്ന് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രധാനമായിട്ട് ഞാൻ അതിൽ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയുണ്ട്. അത് ഞാനതിൻ്റെ ഭാഗത്തേക്ക് കടക്കുമ്പോൾ ഞാനത് ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായമാണ് അതിന് ആധാരമായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1 ശമൂവേലിൻ്റെ പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കേണ്ടതായ വാക്യങ്ങളുണ്ട്. ഏകദേശം 20 വാക്യങ്ങളോളം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ഉൾക്കൊള്ളേണ്ടതായ വാക്യങ്ങളാണ്. എന്നാൽ എല്ലാം ഈ രാത്രിയിൽ ഞാൻ വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ഇവിടുത്തെ പ്രധാനപ്പെട്ട ഒരു പരാമർശം ഇസ്രായേൽ ജനത്തോടുള്ള, അല്ലെങ്കിൽ ദാവീദ് താൻ അഭിഷേകം പ്രാപിച്ചതിന് ശേഷം ശൗലാണ് രാജാവ് തന്നെയെങ്കിലും ദാവീദ് ശൗലിനെ പേടിച്ച് പലയിടങ്ങളിൽ ഓടി പോകുന്ന സന്ദർഭത്തിൽ ഒരു ദിവസം ഈ ശൗലിനെ പേടിച്ച് ദാവീദ് ഇസ്രായേലിൻ്റെ തന്നെ ശത്രുക്കളായിരിക്കുന്നതായ ഫെലിസ്ത്യ ദേശത്തിലുള്ള പ്രഭുവിനോടൊപ്പവും തനിക്ക് വേണ്ട സപ്പോർട്ട് ചെയ്യുന്ന ആഖീഷിനോടൊപ്പവും ദാവീദ് ചേർന്ന് പ്രവർത്തിക്കുകയും ആ ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെ ഫലമായി, അല്ലെങ്കിൽ ചേർന്ന് യുദ്ധത്തിന് പുറപ്പെടുകയും ആ യുദ്ധത്തിൽ ഇസ്രായേൽ ജനത്തിന് നേരെ എന്തു ചെയ്യുന്നു, ദാവീദ് അലയൻസായിട്ട് നിന്ന് ദാവീദും തൻ്റെ കൂട്ടുകാരും അവരോടൊപ്പം ചേർന്ന് ഫെലിസ്ത്യ പ്രഭുവിനോടൊപ്പം ചേർന്ന് ആഖീഷിന് സപ്പോർട്ട് കൊടുത്തുകൊണ്ട് ഇസ്രായേലിന് നേരെ എന്തു ചെയ്യുകയാണ്, യുദ്ധത്തിന് പോവുകയാണ്. ഈ യുദ്ധത്തിന് വേണ്ടി എന്താ സംഭവിച്ചത്? അദ്ദേഹത്തിന് എന്തായാലും ഇസ്രായേലിനെ, അല്ലെങ്കിൽ ആ ഫെലിസ്ത്യ പട്ടാളത്തിന്, ഫെലിസ്ത്യ ദേശത്തിന് ഇസ്രായേലിനെ തകർക്കാൻ കഴിഞ്ഞില്ല. അവസാനം എന്ത് സംഭവിച്ചു? ഈ ദാവീദിൻ്റെ കൂട്ടത്തിലുള്ള ദാവീദിൻ്റെ ഭാര്യമാർ, ദാവീദിൻ്റെ മക്കൾ, ദാവീദിൻ്റെ കൂടെ സഞ്ചരിച്ച ആളുകൾ, ദാവീദിൻ്റെമായി ബന്ധപ്പെട്ട ആളുകളെ എല്ലാം എന്ത് ചെയ്തു? ഈ ശത്രു രാജ്യം വന്ന്, അല്ലെങ്കിൽ അവർ വന്ന് പിടിച്ചുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നമ്മളിവിടെ കാണുകയാണ്. ഇതിൻ്റെ നടുവിൽ ദാവീദിന് വലിയൊരു വിമർശനമുണ്ടാകുകയാണ്. അതായത് ദാവീദ് ഗൃഹത്തിലുള്ള, ദാവീദിൻ്റെ കൂട്ടത്തിലുള്ള, ദാവീദുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവരെയും എന്ത് ചെയ്തു? ശത്രുക്കൾ വന്ന് പിടിച്ചുകൊണ്ട് പോയി. നമുക്കൊന്ന് വായിക്കാം. 30-ാമത്തെ അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങളൊന്ന് വായിച്ചാട്ടെ. ദാവീദും അവന്റെ ആളുകളും 3-ാം ദിവസം സിക്ലാഗിലെത്തിയപ്പോൾ അമാലേക്കർ തെക്കേ ദേശവും സിക്ലാഗും ആക്രമിച്ച് സിക്ലാഗിനെ ജയിച്ച് അതിനെ തീ വച്ച് ചുട്ടുകളഞ്ഞിരുന്നു. അവിടെയുള്ള വലിയവരും ചെറിയവരുമായ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോയതല്ലാതെ ആരെയും കൊന്നില്ല. ദാവീദും അവന്റെ ആളുകളും പട്ടണത്തിലേക്ക് വന്നപ്പോൾ അത് തീ വെച്ച് ചുട്ടിരിക്കുന്നതും ഭാര്യമാരെയും പുത്രീപുത്രന്മാരെയും അടിമകളായി കൊണ്ടുപോയിരിക്കുന്നതും കണ്ടു. അപ്പോൾ ദാവീദും കൂടെയുള്ള ജനവും കരയുവാൻ ബലമില്ലാതാകുവോളം ഉറക്കെ കരഞ്ഞു. ഇസ്രായേൽക്കാരത്തി അഹീനോവം, കർമ്മേൽക്കാരൻ നാബാലിന്റെ ഭാര്യയായിരുന്ന അബീഗയിൽ എന്നീ ദാവീദിന്റെ 2 ഭാര്യമാരെയും അവർ പിടിച്ചുകൊണ്ടുപോയി. അടുത്ത വാക്യം കൂടെ.
ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ആരോ? ദാവീദിന് നേരെ, ദാവീദിനെ കല്ലെറിഞ്ഞ് കൊല്ലണമെന്ന് ജനം മുഴുവൻ ദാവീദിനെതിരെ തിരിയുകയാണ്. പ്രിയപ്പെട്ടവർ, ഞാൻ ഈ വാക്യം വായിപ്പിച്ചത് ഒരു പ്രധാനപ്പെട്ട ഒരു വസ്തുത നമ്മുടെ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ക്രിസ്തീയ പ്രായോഗിക ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളോട് ഇന്ന് സംസാരിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ഇവിടെ ദാവീദ് തൻ്റെ സ്വജനത്തിൽ നിന്ന്, തൻ്റെ കൂടെയുള്ളവരിൽ നിന്ന് വലിയ തോതിലുള്ള ഒരു വിമർശനം അല്ലെങ്കിൽ കുറ്റാരോപണം ഏൽക്കുകയാണ്. വലിയൊരു തലത്തിലുള്ള വിമർശനം ദാവീദ് ഏൽക്കേണ്ടതായ ഒരു സാഹചര്യം വന്നു. എന്നാൽ ദാവീദ് എങ്ങനെയാണ് അതിനോട് പ്രതികരിച്ചതെന്നത് നമുക്ക് വളരെ അധികമായി, അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി പാഠങ്ങൾ ഉൾക്കൊള്ളേണ്ടതായ ഒരു വിഷയമാണ്. ദാവീദിന് നേരെ ഉയർന്നു വന്ന വിമർശനങ്ങളെ ദാവീദ് എങ്ങനെ കൈകാര്യം ചെയ്തു? സോ ഫോർ ടുനൈറ്റ്സ് മെഡിറ്റേഷൻ, ഇന്നത്തെ വചന ധ്യാനത്തിനായിട്ട് ഞാൻ നിങ്ങളോട് സംവദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ചിന്ത, ഹൗ ടു ഹാൻഡിൽ യുവർ ക്രിറ്റിസിസംസ്. നമുക്കറിയാം, വിമർശനങ്ങൾ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല, അല്ലേ? നമ്മുടെ കമ്പനിയിൽ ജോലി ചെയ്യുമ്പോൾ നമ്മുടെ സീനിയറായിരിക്കുന്ന ബോസോ മാനേജറോ നമ്മെ വിമർശിക്കുന്നത് നമുക്കിഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ വീട്ടിലാരെങ്കിലും നമ്മെ വിമർശിക്കുന്നത് നമുക്ക് ഇഷ്ടമല്ല. നമ്മുടെ ചർച്ചിൽ ആരെങ്കിലും നമ്മളെ വിമർശിച്ചാലും നമുക്ക് ഇഷ്ടമല്ല. അപ്പം മനുഷ്യരായ നമ്മളാരും എന്ത് കേൾക്കാൻ ഇഷ്ടമല്ല? വിമർശനം കേൾക്കാനായിട്ട് ഇഷ്ടമുള്ളവരല്ല. പ്രൈസ് ദി ലോർഡ്. ക്രിറ്റിസിസം കേൾക്കുന്നത് എനിക്ക് നല്ല സന്തോഷമാണെന്ന് പറയാൻ എത്ര പേർക്ക് കഴിയും? പ്രൈസ് ദി ലോർഡ്. പൊതുവെ മനുഷ്യരാരും ക്രിറ്റിസിസം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരല്ല. എന്നാൽ ഒരു ക്രിയേറ്റീവ് ക്രിറ്റിസിസം ഉണ്ട്, അതുപോലെ തന്നെ ഡിസ്ട്രക്റ്റീവ് ക്രിറ്റിസിസം ഉണ്ട്. നമ്മെ ഹെൽപ്പ് ചെയ്യുന്നതായ ക്രിയേറ്റീവായിട്ടുള്ള വിമർശനങ്ങൾ എപ്പോഴും ഉൾക്കൊള്ളുന്നത് നല്ലത് തന്നെയാണ്. എന്നാൽ പലപ്പോഴും ചില സന്ദർഭങ്ങളിൽ നമ്മെ ഡിസ്ട്രോയ് ചെയ്യാനായി, ഡിസ്ട്രക്റ്റ് ചെയ്യാനുള്ള വിമർശനങ്ങളും നമുക്ക് നേരെ ആഞ്ഞു വരും. എന്നാൽ ഏത് വിമർശനമാണെങ്കിലും നമ്മൾ അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നുള്ളത്, ഹൗ ടു ഹാൻഡിൽ യുവർ ക്രിറ്റിസിസം, അതൊരു പ്രധാനപ്പെട്ട ചിന്തയാണ്. പ്രൈസ് ദി ലോർഡ്. ഒരുപക്ഷേ ഇങ്ങനൊരു സന്ദേശം ഞാൻ ആദ്യമായിട്ടാണ് പറയുന്നത്. മാത്രവുമല്ല, നിങ്ങളും ഒരുപക്ഷെ ഈ വേദഭാഗത്ത് ഇങ്ങനൊരു ചിന്ത ആദ്യമായിട്ടായിരിക്കും കേൾക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. എന്നിരുന്നാൽ തന്നെയും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉയർന്നു വരുന്ന വിമർശനങ്ങളെ കൈകാര്യം ചെയ്യുന്നത് റിറ്റാലിയേറ്റ് ചെയ്യുകയല്ല, അതിനോട് വളരെ റിറ്റാലിയേറ്റ് ചെയ്തതിന് അതിൻ്റെ പ്രതിവാദത്തിലേക്ക് ഇറങ്ങുകയല്ല, മറിച്ച് അവിടെ ഒരു ദൈവികമായ ചില വഴികളുണ്ട്. പ്രൈസ് ദി ലോർഡ്. there are some possible solution how to handle the various kinds of criticism or the critics. ഇവിടെ നാം നോക്കുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദ് നേരിട്ടതായ പ്രശ്നം ഒരു ഫാക്റ്റാണ്. അത് 6-ാമത്തെ വാക്യം വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി. ജനം മുഴുവൻ അവന് നേരെ കല്ലെറിയാൻ തുടങ്ങി. ഇൻഫാക്ട് ഡേവിഡ് വാസ് അണ്ടർ എ ഗ്രേറ്റ് ക്രിറ്റിസിസം. ഒരു വലിയ വിമർശനത്തിൻ്റെ നടുവിൽ താനായിരുന്നു. എന്നാൽ അതിൻ്റെ അവസാന ഭാഗത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു, തൻ്റെ ദൈവമായ യഹോവയിൽ, ദാവീദ് തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. അതിൻ്റെ വിശദാംശങ്ങൾ ഞാൻ പുറകാലെ നിങ്ങളോട് പറയാം. എന്നാൽ അതിൽ മുന്നോടിയായി ചില കാര്യങ്ങൾ, ചില വസ്തുതകൾ വളരെ വ്യക്തമായി ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ വിമർശനം എന്തുകൊണ്ട് നേരിടുന്നത്? റീസൺ ഫോർ ദ ക്രിറ്റിസിസം. വിമർശനത്തിനുള്ള കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഒന്ന്, ഇറ്റ് മൈറ്റ് ബി എ മിസ്ഗൈഡഡ് ഡിസിഷൻ. പ്രൈസ്. അതിനൊരു വാക്യം അവിടെ തന്നെ നമുക്ക് നോക്കാം. 29-ാമത്തെ അധ്യായത്തിലേക്ക് വരാം. അതിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിക്കാം. പ്രൈസ്. എന്തുകൊണ്ടാണ് ദാവീദിന് ഈ വിമർശനം ഉണ്ടാകാനുള്ള കാരണം ഒന്ന് വായിക്കാം. 29-ാമത്തെ അധ്യായം 1 തൊട്ട് താഴോട്ട് വായിച്ചാൽ 5 വരെ. എന്നാൽ ഫെലിസ്ത്യർ തങ്ങളുടെ സേനകളെയെല്ലാം അഫേക്കിൽ ഒന്നിച്ചു കൂട്ടി ഇസ്രായേലിലും ഇസ്രായേലിലുള്ള ഉറവിനരികെ പാളയമിറങ്ങി. അപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ 100-100ആയും 1000-1000ആയും കടന്നു. എന്നാൽ ദാവീദും അവന്റെ ആളുകളും പിൻപടയിൽ ആഖീഷിനോട് കൂടെ കടന്നു. പിൻപടയിൽ അവരോടൊപ്പം ആഖീഷിനോട് കൂടെ കടന്നു.
ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ഈ എബ്രായർ എന്തിന് എന്ന് ഈ എബ്രായൻ എന്തിന് എന്ന് ചോദിച്ചപ്പോൾ ആഗീഷ് ഫെലിസ്ത്യ പ്രഭുക്കന്മാരോട്, ഇവൻ ഇസ്രായേൽ രാജാവായ ശൗലിന്റെ ഭൃത്യനായിരുന്ന ദാവീദല്ലയോ? ഇത്ര നാളായി, ഇത്ര സംവത്സരമായി അവൻ എന്നോടുകൂടെ പാർക്കുന്നു. അവൻ എന്നെ ആശ്രയിച്ചതു മുതൽ ഇന്ന് വരെ ഞാൻ അവനിൽ ഒരു കുറ്റവും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഫെലിസ്ത്യർ പ്രഭുക്കന്മാർ അവനോട് കോപിച്ചിട്ട്, നീ അവന് കൽപ്പിച്ചു കൊടുത്ത സ്ഥലത്തേക്ക് പൊയ്ക്കൊള്ളുവാൻ അവനെ മടക്കി അയക്കാം. അവൻ നമ്മോടുകൂടെ യുദ്ധത്തിന് പോരരുത്. യുദ്ധത്തിൽ അവൻ നമുക്ക് ദ്രോഹിയായി തീർന്നേക്കാം. ഈ ആളുകളുടെ തലകളെ കൊണ്ടല്ലാതെ മറ്റെന്തുകൊണ്ടാകുന്നു അവൻ തന്റെ യജമാനെ പ്രസാദിപ്പിക്കുന്നത്? അടുത്തത്, ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് ചൊല്ലി അവർ നൃത്തത്തിൽ ഗാനപ്രതിഗാനം പാടിയ ദാവീദ് ഇവനല്ലയോ എന്ന് ഫെലിസ്ത്യ പ്രഭുക്കന്മാർ അവനോട്. ഞാൻ മുമ്പ് പറഞ്ഞ വസ്തുതയാണ് ഞാനിവിടെ വായിപ്പിച്ച് കേൾപ്പിച്ചത്. അപ്പോൾ ഇവിടെ അമാലേക്കരോടുള്ള യുദ്ധത്തിൽ ഫെലിസ്ത്യർ എന്ത് ചെയ്തു? ആഖീശിനോടൊപ്പം ചേർന്ന് യുദ്ധത്തിന് പുറപ്പെടുന്ന സമയത്ത് ആഖീഷിൻ്റെ കൂടെ കുറേ നാളുകളായി കൂടിയിരുന്നതായ ദാവീദിനെ കൂടെ കൂട്ടി. അപ്പോൾ ഫെലിസ്ത്യ പ്രഭുക്കന്മാർ ചോദിച്ചു, ഈ എബ്രായനെ നമുക്ക് ആവശ്യമുണ്ടോ? പ്രൈസ്. ഇവൻ ഒരുപക്ഷെ യുദ്ധത്തിന് നമുക്ക് നേരെ തിരിഞ്ഞ് യുദ്ധം ചെയ്താൽ നമ്മൾ അപകടത്തിലാവും, അവനെ വേണോ എന്ന് ചോദിച്ചപ്പോൾ ആഖീഷ് പറഞ്ഞു, ഇല്ല, എൻ്റെ കൂടെ കുറേ നാളായിട്ട് വരുന്നവനാണ്, അതുകൊണ്ട് നമുക്ക് ദാവീദിനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ പ്രഭുക്കന്മാർ വീണ്ടും ചോദിക്കുന്നു, ഇവനെക്കുറിച്ചുള്ള പാട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്, ശൗലോ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്നൊക്കെ പറഞ്ഞവനല്ലേ, ഇവനെ നമ്മുടെ കൂടെ കൂട്ടുന്നത് അപകടമാണ് എന്ന് പറഞ്ഞു. എങ്കിൽ തന്നെയും സംഭവങ്ങളൊക്കെ മുമ്പോട്ട് നീങ്ങി. ഹല്ലേലൂയ. ആ ഒരു അലയൻസിൽ ദാവീദിന് ഏറ്റവും വലിയ പരാജയമുണ്ടായി. തൻ്റെ ജനത്തിനു നേരെ, ഇസ്രായേൽ ജനത്തിനു നേരെ ദാവീദ് ഇസ്രായേലിൻ്റെ ശത്രുക്കളോടൊപ്പം ചേർന്ന് യുദ്ധത്തിന് പുറപ്പെടുകയും തങ്ങളുടെ സകലവിധ സാഹചര്യങ്ങളും തങ്ങളുടെ വസ്തുവകകളും തങ്ങളുടെ കുടുംബങ്ങളും ഭാര്യമാരെ എല്ലാവരും നഷ്ടപ്പെട്ടതായ ഒരു സ്ഥിതിയിലേക്ക് ദാവീദ് വന്നു ചേരുകയാണ്. അപ്പോൾ നാം ശ്രദ്ധിക്കുന്നത്, ഇവിടെ ഒരു തീരുമാനം ആരാണ് എടുത്തത്? ദാവീദാണ് ഈ ഒരു തീരുമാനം എടുക്കുവാനായിട്ടിടയായി തീർന്നത്. സോ ഇറ്റ് വാസ് എ മിസ്ഗൈഡഡ് ഡിസിഷൻ. പലപ്പോഴും ഈ വിമർശനത്തിന് അല്ലെങ്കിൽ നമുക്ക് നേരെ വിമർശനം വരുമ്പോൾ പലപ്പോഴും നമ്മൾ എന്താ നോക്കുന്നത്? നമ്മൾ നമ്മുടെ ഭാഗമാണ് ചിന്തിക്കുന്നത്. എന്നാൽ വാസ്തവത്തിൽ ജനമൊക്കെയും ദാവീദിനെതിരെ തിരിയാൻ കാരണം എന്താണ്? യാതൊരു ആവശ്യവുമില്ലാത്ത ഒരു യുദ്ധത്തിന്, ഒരു സന്ധിയും ചേരേണ്ടതായ യുദ്ധത്തിന്, അവർക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാത്തതായ, അവർക്ക് യാതൊരു വിധമായ ക്ലേശവും യാതൊരു വിധമായ ശത്രുതയും ഇല്ലാത്ത ഒരു രാജ്യത്തോട് അവർ ചെന്ന് യുദ്ധത്തിന് സഹായത്തിന് ചെല്ലുകയും അവസാനം വലിയ തോതിലുള്ള ആക്രമണങ്ങൾ തിരികെ ലഭിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? സ്വന്തം ജനം തന്നെ, കൂടുള്ളവർ തന്നെ ദാവീദിനെതിരെ തിരിഞ്ഞു. അപ്പോൾ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു വിമർശനം ഉണ്ടാകാൻ കാരണമായി തീർന്നത് തൻ്റെ തന്നെ തെറ്റായ ഒരു തീരുമാനവും തൻ്റെ തന്നെ തെറ്റായ ഒരു നിലപാട് നിമിത്തമായി മറ്റുള്ളവരുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കാൻ കഴിയാതെ സ്വയത്തിൽ നിന്ന് ചിന്തിച്ചപ്പോൾ തനിക്കെന്തുണ്ടായി? ഒരു വിമർശനം ഏറ്റുവാങ്ങേണ്ടതായ സാഹചര്യമുണ്ടായി. സോ മെനി ടൈംസ് when we face Satan's kind of criticism, what we need to do, try to put yourself in the shoes of others. മറ്റൊരാളുടെ ഇടത്തേക്ക് നമ്മുടെ ഇടത്തെ കൊണ്ട് നിർത്തിയിട്ട് വാസ്തവത്തിൽ ഇതിൻ്റെ വസ്തുത എന്താണെന്ന്, അതിൻ്റെ റിയാലിറ്റി എന്താണെന്ന് തിരിച്ചറിയാൻ നമ്മളോട് തന്നെ ചോദിക്കുകയാണ് വേണ്ടത്. പ്രൈസ് ദി ലോർഡ്. ദാവീദ് അപ്പോൾ അവിടെ നിന്നൊന്ന് ചിന്തിച്ച് കാണും, ദൈവമേ, ശരിയാണല്ലോ, ഈ ഒരു യുദ്ധത്തിന് ഞാൻ പുറപ്പെടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. എനിക്ക് നേരെ ഈ ആളുകൾ വിമർശിക്കാനായിട്ട് കടന്നു വരുന്നത് തീർച്ചയായിട്ടും എൻ്റെ ഭാഗത്തുണ്ടായ ഒരു പിഴവ് നിമിത്തമാണ്. ഇത് എന്നോട് ഇവർ നേരെ തിരിഞ്ഞ് എനിക്ക് നേരെ കല്ലെറിയാനായിട്ട് അവർ തയ്യാറായി നിൽക്കുന്നത്. ഇത് എപ്പോഴാണ് തിരിച്ചറിയാൻ കഴിഞ്ഞത്? അവർ ഇസ്രായേൽ ജനത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ജനങ്ങളുടെ ഈ വിമർശനം അയക്കുന്നവരുടെ ഷൂയിൽ ഇറങ്ങി നിന്ന് ദാവീദ് നോക്കിയപ്പോഴാണ്, ശരിയാണ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആരാണെങ്കിലും അത് ശരിയേ വെക്കത്തുള്ളൂ. സ്വന്തം ജനത്തിന് നേരെ, സ്വന്തം ജാതിക്ക് നേരെ, സ്വന്തം ആളുകൾക്ക് നേരെ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടിട്ട് ആളുകൾ കല്ലെറിയാൻ വന്നപ്പോൾ പ്രൈസ് ദി ലോർഡ്
വാസ്തവത്തിൽ ദാവീദിൻ്റെ ഇൻറ്റൻഷൻ ഇസ്രായേലെ തകർക്കുക എന്നുള്ളതല്ല ആയിരുന്നില്ല. ഇറ്റ് വാസ് എ ഗുഡ് ഇൻറ്റൻഷൻ. ദാവീദ് നല്ല ഉദ്ദേശത്തിലാണ് ഈ യുദ്ധത്തിന് അവരോടൊപ്പം സഹകരിച്ചത്. എന്നാൽ പരിണതഫലം നേരെ തിരിച്ചു വന്നപ്പോൾ ഹി വാസ് ഏബിൾ ടു റീതിങ്ക്. തൻ്റെ ജീവിതത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചപ്പോൾ ശരിയാണ്, സ്വന്തം ജനത്തിന് നേരെ യുദ്ധത്തിന് പുറപ്പെട്ടത് ഇതല്ല, കല്ലല്ല, അതിനെക്കാട്ടിൽ വലിയ കാര്യം എൻ്റെ നേരെ വരേണ്ടതാണ്. തൽക്കാലം കല്ല് മാത്രമേ വീണുള്ളല്ലോ, ജീവൻ പോയില്ലല്ലോ എന്ന് ദാവീദിന് ഒരു തിരിച്ചറിവ് ഉണ്ടായെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വരുന്ന വിമർശനങ്ങൾ, വരുന്ന വിമർശനങ്ങൾ അതിൻ്റെ വസ്തുതാപരമായ ഭാഗത്ത് നിൽക്കുമ്പോൾ, അത് ഏത് തലത്തിൽ നിന്നാണ് ഉയർന്നു വരുന്നതെന്ന് ചിന്തിക്കുമ്പോൾ വാസ്തവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, പ്രൈസ് ദി ലോർഡ്, there are some realities. എവിടെയോ ചില വസ്തുതകൾ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് നേരെ വിമർശനമുണ്ടായത്. ദാവീദിൻ്റെ ഇൻറ്റൻഷൻ തെറ്റല്ലായിരുന്നു, ദാവീദിൻ്റെ ഇൻറ്റൻഷൻ വളരെ റൈറ്റ് ആയിരുന്നു. ദാവീദ് ഒരിക്കൽ പോലും ഇസ്രായേൽ തകരാനായിട്ട്, ഇസ്രായേൽ ജനം തൻ്റെ സ്വന്തം ജനം തകരാനായിട്ട് യാതൊരു പദ്ധതിയും കൂട്ടിയില്ല. പക്ഷേങ്കിൽ വന്നു പിഴച്ചപ്പോൾ അതങ്ങനെയാണ് സംഭവിച്ചത്. സോ എ മിസ്ഗൈഡഡ് ഡിസിഷൻസ് മേ കോസ് ക്രിറ്റിസിസം. പ്രൈസ് ദി ലോർഡ്. മാത്രമല്ല അവിടെ രണ്ടാമത് നമ്മൾ കാണുന്നത് ഇറ്റ് വാസ് എ മിലിറ്ററി ഡിഫീറ്റ് അല്ലേ. അവിടെ ദാവീദ് ആ യുദ്ധത്തിൽ പരാജയപ്പെട്ടു. തൻ്റെ കൂടെയുള്ളവരെ എല്ലാം പിടിച്ചു കൊണ്ടുപോയി. ഹല്ലേലൂയ, ദേ ലോസ്റ്റ് എവരിതിങ്. അവരുടെ ഭാര്യമാർ, മക്കൾ എല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ഒരു നല്ല കാര്യമാണ് ദാവീദ് ഉദ്ദേശിച്ചതെങ്കിലും തെറ്റായ നിലയിൽ വിമർശനങ്ങൾക്ക് ഉളവാകുവാൻ, അല്ലെങ്കിൽ വിമർശനങ്ങൾ തനിക്ക് നേരെ ഉണ്ടാകുവാനായിട്ട് തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു കാര്യം ഓർക്കണം, ഈ വിമർശനങ്ങൾ വരുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ദ ഇൻറ്റൻഷൻ മേ ബി റൈറ്റ്, ദ ഇൻറ്റൻഷൻ മേ ബി ഫോർ ബെറ്റർ. നമ്മൾ നല്ലതിന് വേണ്ടി ആയിരിക്കാം ചെയ്യുന്നത്, പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇറ്റ് മേ ബ്രിങ് സം കൈൻഡ് ഓഫ് ഡിഫറൻസസ്. അപ്പോൾ ഓർക്കണം, എവിടെയെങ്കിലും നമ്മുടെ ജോലി സ്ഥലത്തോ എവിടെയാണെങ്കിലും നമ്മൾ ചില ഡിഫറെൻ്റ്ലി തിങ്ക് ചെയ്യാൻ തുടങ്ങിയാൽ, നമ്മൾ ഇച്ചിരി വ്യത്യസ്തമായി ഒന്ന് ചിന്തിക്കാൻ തുടങ്ങിയാൽ വിമർശനങ്ങളുണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ദാവീദ് ഇതുവരെയും ആഖീശിനോടൊപ്പം ചേർന്ന് ഒരു യുദ്ധത്തിന് പുറപ്പെടാൻ ഒരു നോർമൽ കോയിൻസിഡൻസിൽ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ലായിരുന്നു. എന്നാൽ വെൻ ഹി തോട്ട് ഇൻ എ ഡിഫറെൻറ്റ് വേ, ഒരു വ്യത്യസ്തമായ നിലയിൽ ചിന്തിച്ചപ്പോൾ വിമർശനങ്ങളുണ്ടായി. അതൊരു യൂണിവേഴ്സൽ ഫാക്റ്റാണ്. അപ്പോൾ ഏത് നിലയിലാണെങ്കിലും ഹല്ലേലൂയ, വ്യത്യസ്തമായ നിലയിൽ സഞ്ചരിക്കുമ്പോൾ, വ്യത്യസ്തമായ തലത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അവിടെ വി ആർ വെരി ക്ലോസ് ടു ഹല്ലേലൂയ ഇൻ ദ ഹാൻഡ്സ് ഓഫ് ക്രിട്ടിക്സ്. നമ്മൾ വിമർശിക്കുന്നവരുടെ കരത്തിൻ്റെ അടുത്താണെന്ന് ഓർത്തോണം. പ്രൈസ് ദി ലോർഡ്. നമ്മൾ വേറെ ദിശയിലൂടെ സഞ്ചരിക്കുമ്പോൾ, മറ്റു മാർഗത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, ഹല്ലേലൂയ, മറ്റൊരു ഡിഫറൻസിന് വേണ്ടി നാം മുന്നോട്ട് വരുമ്പോൾ അത് വസ്തുതാപരമായി ഇറ്റ് മേ ബി ഫോർ എ ബെറ്റർമെൻറ്റ്, അതൊരു നന്മയ്ക്ക് വേണ്ടിയായിരിക്കാം, നല്ലതിന് വേണ്ടിയായിരിക്കാം, എല്ലാം നല്ല ഉദ്ദേശത്തോടായിരിക്കും ചെയ്യുന്നത്. ബട്ട് ഇഫ് ഇറ്റ് ടേക്ക് എ ഡിഫറെൻറ്റ് ട്രാക്ക് ഇറ്റ് മേ ഇൻവൈറ്റ് ക്രിറ്റിസിസം. പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമല്ലോ, നമ്മുടെ കമ്പനിയിലും നമ്മുടെ കൂടെ ജോലി ചെയ്യുന്നവരുടെയൊക്കെ എന്നും ചെയ്യുന്ന രീതി വിട്ടിട്ട് മറ്റൊരു രീതിയിലേക്ക് പോയാൽ ആളുകൾ ചോദിക്കും, എന്തിനാ ഇങ്ങനെ ഇന്ന് ചെയ്തത്? പ്രൈസ് ദി ലോർഡ്. എന്തിനാ ഇപ്പോൾ ഇങ്ങനെ ചെയ്തത് എന്ന് പ്രൈസ് ദി ലോർഡ് നമ്മളോട് പലപ്പോഴും ആളുകൾ ചോദിക്കും. സോ ഇറ്റ് ക്രിറ്റിസിസം ഈസ് എ യൂണിവേഴ്സൽ ഫാക്ട്. വെൻ വി മേക്ക് ഡിഫറൻസസ്, നമ്മളൊരു വ്യത്യാസം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, അത് എവിടെയാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, അത് നമ്മുടെ കമ്പനിയിലാണെങ്കിലും സഭയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും പ്രൈസ് ദി ലോർഡ്, എന്തെങ്കിലും ഒരു കാര്യം വ്യത്യാസപ്പെടുത്താൻ നോക്കിയാൽ ക്രിറ്റിസിസം ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. അവിടെ വിമർശനങ്ങൾ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. സോ ദാറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഫാക്ട്. ദാവീദ് തന്നെ ആ വിമർശനത്തിന് വിധേയപ്പെട്ടു. അങ്ങനെ ആ വിമർശനം ഉണ്ടായപ്പോൾ ഹൗ ഹി റിയാക്റ്റഡ്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രൈസ് ദി ലോർഡ്. ചില ആളുകളുണ്ട്, അവർക്ക് എപ്പോഴും ഈ വിമർശിക്കാനേ കൂടുതൽ കഴിയത്തുള്ളൂ. ദേ മേ നോട്ട് ബി അപ്രീഷിയേറ്റ്. പക്ഷെങ്കിൽ അവരെന്ത് ചെയ്യും? വിമർശിക്കും. പണ്ട് ജോൺ വെസ്ലി എന്ന് പറയുന്ന ഒരു മിഷണറി, നമുക്കറിയാമല്ലോ ജോൺ വെസ്ലിയുടെ ചർച്ചിൽ താൻ പ്രസംഗിക്കാനായിട്ട് ഒരു ടൈ ഒക്കെ ഇട്ട് റെഡിയായി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ചർച്ചിലൊരു അമ്മാമ്മയുണ്ട്, എപ്പോഴും വിമർശിച്ചുകൊണ്ടേ ഇരിക്കത്തുള്ളൂ. എന്ത് കണ്ടാലും ഇങ്ങനെ ക്രിറ്റിസിസം പറയാനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുക. അപ്പോൾ ജോൺ വെസ്ലിയുടെ ടൈക്ക് അതിൻ്റെ ഈ ഒരു ടാഗിന് ഇച്ചിരി, ഈ അകത്തെ ഈ വള്ളിക്ക് ഇച്ചിരി നീളം കൂടിപ്പോയി. അപ്പം ജോൺ വെസ്ലി നല്ല പ്രസംഗമൊക്കെ പ്രസംഗിച്ചിട്ട് ഇറങ്ങി ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഈ അമ്മാമ്മ ചെന്നിട്ട് ജോൺ വെസ്ലിയോട് പറഞ്ഞു, എല്ലാം നല്ലതായിരുന്നു, പക്ഷേ ആ ടൈയുടെ അവിടെ നീളം ഇച്ചിരി എന്ത് ചെയ്തു, അത് കൂടിപ്പോയി, അതുകൊണ്ട് അത് നന്നായില്ലെന്ന് പറഞ്ഞു. സോ ചോദിച്ചു, അപ്പോൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചു. അപ്പം അത് ഇച്ചിരി ചെറുതാക്കണമെന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യ്,
ആൻറ്റി തന്നെ അതങ്ങ് ചെറുതാക്കിക്കോളാൻ പറഞ്ഞു. എന്നിട്ട് ജോൺ വെസ്ലി തൻ്റെ ടൈ ഇങ്ങനെ കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, അതുകൊണ്ട് ഇവിടെ വെച്ച് അങ്ങോട്ട് കട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഈ അമ്മാമ്മ എന്ത് ചെയ്തു, ആ ടൈഡ് അവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു, ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നുണ്ട്? നൗ ഇറ്റ്സ് ലുക്ക് ബെറ്റർ, നേരത്തേക്കാട്ടിലും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജോൺ വെസ്ലി പറഞ്ഞു, എനിക്കും ആൻറ്റിയോടൊരു കാര്യം പറയാനുണ്ട്. ആൻറ്റിക്ക് ഒരു ചെറിയ കുഴപ്പമുണ്ട്. എന്താണെന്നറിയോ, ആൻറ്റിയുടെ നാക്കിനും ഇച്ചിരി നീളം കൂടുതലുണ്ട്, ഞാനൊന്ന് കട്ട് ചെയ്തോട്ടെന്ന് ചോദിച്ചു. അപ്പം എന്തായാലും ജോൺ വെസ്ലി കട്ട് ചെയ്യാൻ വന്നില്ല. അപ്പോൾ പലരും ആളുകളെ ശ്രദ്ധിച്ചാൽ they may try to criticize. Maybe there should be also space for appreciating. Praise the Lord. Anyway, ഇവിടെ ദാവീദിനെ സംബന്ധിച്ച് അർഹമായ വിമർശനമാണ് ഉണ്ടായത്. യാതൊരു തെറ്റും അതിനകത്തില്ല. ദാവീദ് അതിനെ വളരെ നീറ്റായിട്ട് അതിനെ എന്ത് ചെയ്തു, കേൾക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. സോ ക്രിറ്റിസിസം മേ നോട്ട് ബി ഇറ്റ് മേ ബി ഡ്യൂ ടു സം ഡിഫറൻസസ്. ഇതെല്ലാം കൊണ്ട് ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട്. എന്നാൽ ദാവീദിന് അതിനെ വളരെ ഒബ്ജക്റ്റ്ഫുള്ളി കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ദാവീദിൻ്റെ വിജയം. പ്രൈസ് ദി ലോർഡ്. അത് തന്നെ തകർക്കാനുള്ളതല്ല, മറിച്ച് അവിടെ എന്തൊക്കെയോ തന്നിലൊരു മാറ്റമുണ്ടാകാനാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ നാം വായിക്കുന്നത്, അവൻ യഹോവയിൽ ധൈര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സോ ഹി took that criticism very objectively. വസ്തുതാപരമായി തന്നെ ആ വിമർശനത്തെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. അതാണ് ദാവീദ് കാണിച്ച മാതൃക എന്ന് പറയുന്നത്. നോക്കിക്കേ, അതിൻ്റെ താഴോട്ട് ഭാഗങ്ങൾ ചിന്തിച്ചു വരുമ്പോൾ when we see how that reaction, what was the reaction to the criticism, രണ്ടാമത്തെ കാര്യം നാം ചിന്തിക്കുമ്പോൾ, so these are the reasons for criticism, but the second part, how that he reacted to that criticism, the reaction to criticism. ഒന്ന്, അവിടെ വായിക്കുന്നത്, തൻ്റെ ഹൃദയം വളരെയധികമായി ഭാരപ്പെട്ടു. ഇറ്റ് വാസ് എ ഹെവി ഹാർട്ട് അല്ലേ? 6ാമത്തെ വാക്യം, ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തൻ്റെ ഹൃദയം താൻ്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചു കൊണ്ടിരുന്നു. ദാവീദും ആ കൂട്ടത്തിലുണ്ട്. കാരണം എന്താണ്, ദാവീദിൻ്റെ ഭാര്യയും ഒക്കെ എല്ലാവരും പിടിച്ചുകൊണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഈ വിമർശിക്കുന്നവർക്ക് അത് തിരിച്ചറിഞ്ഞില്ല. ഇൻഫാക്റ്റ് ദാവീദും ഈ പറയുന്ന പ്രശ്നം നേരിട്ട വ്യക്തിയിൽ ഒരാളാണ്. അപ്പോൾ ദാവീദ് അത് ഉള്ളിൽ ഉൾക്കൊണ്ടുകൊണ്ട് വളരെ ദുഃഖിച്ച് വേദനയോടെ താൻ കഴിക്കുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ വിമർശനങ്ങൾ എത്രമാത്രം വന്നോട്ടെ, ലെറ്റ് ദ പീപ്പിൾ കംപ്ലെയിൻ, ലെറ്റ് ദ പീപ്പിൾ ക്രിട്ടിസൈസ്, അതെല്ലാം ഉള്ളിൽ വരുമ്പോഴും പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഒരു കാര്യം ഓർക്കണം. പ്രൈസ് ദി ലോർഡ്. ലുക്ക്, ഇഫ് ഗോഡ് ഈസ് ഹാപ്പി വിത്ത് അസ്, ദൈവം എന്നെ നോക്കി എന്താ പറയുന്നതെന്നുള്ളത് നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ചിന്തിപ്പാനായിട്ട് ഇടയായി തീരണം. ഞാൻ നേരത്തെ ഓർപ്പിച്ചിട്ടുണ്ടല്ലോ, ഒരിക്കൽ മറിയ തൻ്റെ പക്കലുണ്ടായിരുന്ന സ്വച്ഛജടമാംസ തൈലം എടുത്ത് മുഴുവൻ യേശുവിൻ്റെ കാൽക്കൽ ഒഴിച്ചപ്പോൾ അവിടെ നിന്നവരെല്ലാവരും ചോദിച്ചു, എന്തിന് ഈ പാഴ്ചെലവ്, എന്തിന് ഈ വെറും ചെലവ്, ഇത് 300-ലധികം വെള്ളിക്കാശിന് വിറ്റ് ദരിദ്രന്മാർക്ക് കൊടുക്കാൻ കഴിയുമായിരുന്നല്ലോ എന്ന് അവിടെയുള്ള എല്ലാവരും ആ മറിയയെ നോക്കി, ആ സ്ത്രീയെ നോക്കിയിട്ട് പരിഹസിക്കും, തന്നോട് വിമർശിക്കുവാനായിട്ട്, തന്നോട് കുറ്റം പറയാനായിട്ട് തുടങ്ങിയപ്പോൾ യേശു എന്താ പറഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. ഇവൾ എങ്കിൽ നല്ല പ്രവൃത്തിയാണ് ചെയ്തത്. വാട്ട് ഷീ ഹാസ് ഡൺ ഈസ് വെരി ഗുഡ് ഫോർ മീ. എങ്കിൽ നല്ല പ്രവൃത്തിയാണ് അവൾ ചെയ്തത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ലോകം നമ്മെ നോക്കി ദുഷിക്കുമ്പോഴും, ലോകം നമ്മെ നോക്കി പഴിക്കുമ്പോഴും, ലോകം നമ്മെ നോക്കി വിമർശിക്കുമ്പോഴും ദൈവം എന്നെയും നിങ്ങളെയും എന്താണ് നോക്കുന്നത്? അതിന് പ്രാധാന്യം നൽകുക. ദൈവം എന്താണ് എന്നെയും നിങ്ങളെയും വിധിക്കുന്നത്? അതിന് പ്രാധാന്യം നൽകുക. ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ നാം വിശുദ്ധിയോടെയും നിഷ്കളങ്കതയോടെ നിൽക്കാൻ കഴിഞ്ഞാൽ ലോകം എന്തും നമ്മെ പറഞ്ഞോട്ടെ, ലോകം എന്തും നമ്മൾക്ക് നേരെ തിരിഞ്ഞോട്ടെ, ദൈവസന്നിധിയിൽ ദൈവം എന്നെ നോക്കി എന്താ പറയുന്നത് എന്നുള്ളത് മാത്രം ഹൃദയത്തിൽ സംഗ്രഹിക്കുവാനായിട്ടിടയായി തീരണം. So though it has a heavy heart for David, but he was very firm because he had a good conscience before the God. ദൈവത്തിൻ്റെ മുമ്പാകെ നല്ല മനസാക്ഷിയോടെയാണ് താൻ നിൽക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, this was how he responded. So he had a heavy heart. But second thing, what we can see, he had a humble heart. നല്ല വിനയത്തോടുള്ള ഒരു ഹൃദയം കൂടി തനിക്കുണ്ടായിരുന്നു. അതിന് കാരണമാണ്, ജനം കല്ലെറിഞ്ഞപ്പോഴും 2 കല്ലെടുത്ത് തിരിച്ച് ജനത്തിന് നേരെ എറിയാൻ താൻ തുനിഞ്ഞില്ല.
തൻ്റെ ജീവിതത്തിൽ ഉണ്ടായ ഈ പ്രതിസന്ധിയുടെ നടുവിൽ താൻ വളരെ താഴ്മയായി, വളരെ സാവധാനതയോടെ, താഴ്മ ധരിച്ചവനായി ദാവീദ് അതിനോട് പ്രതികരിച്ചു. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ജനം വിമർശിച്ചത് വാസ്തവമായിരിക്കാം. ജനം വിമർശിച്ചത് അവരുടെ മക്കളും ഭാര്യമാരെല്ലാം നഷ്ടപ്പെട്ടതുകൊണ്ടാണ് അവർ വിമർശിച്ചത്, അവർ കല്ലെറിയാൻ തുനിഞ്ഞു വന്നത്. എന്നാൽ ദാവീദ് വളരെ എളിമയോടെ ആ സാഹചര്യത്തെ നേരിട്ടു. ദൈവസന്നിധിയിൽ അവൻ ധൈര്യപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് തന്നെ സമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. ലോകത്തിൽ പലപ്പോഴും ദൈവസന്നിധിയിൽ എളിമപ്പെടുന്നവർക്ക്, ദൈവസന്നിധിയിൽ താഴ്ത്തപ്പെടുന്നവർക്ക്, ദൈവസന്നിധിയിൽ ഹൃദയങ്ങളെ സമർപ്പിച്ചു കൊടുക്കുന്നവർക്ക് വിമർശനങ്ങളുടെ നടുവിൽ ദൈവം തന്നെ പിന്നത്തേതിൽ മാന്യതയുടെ ഒരു വലിയ അടയാളമായി ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. എന്നാൽ അതിനോട് റിട്ടാലിയേറ്റ് ചെയ്യുമ്പോൾ, അതിനോട് പ്രതികരിക്കുമ്പോൾ, ഹല്ലേലൂയ, ഒരുപക്ഷെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരു താഴ്മയുടെ മണ്ഡലമാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ ആ താഴ്മയുടെ മണ്ഡലമില്ലാതെ നാം ഹല്ലേലൂയ റിട്ടാലിയേറ്റ് ചെയ്യുന്ന, പ്രതിവാദം പറയുന്ന ഒരു അനുഭവത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ പിന്നെ പ്രവർത്തിക്കാനായിട്ട് കഴിയുകയില്ല. പ്രൈസ് ദി ലോർഡ്. ലോകം ഒരുപക്ഷെ അതിൻ്റെ വസ്തുത തിരിച്ചറിയുമ്പോൾ ഹല്ലേലൂയ, അന്ന് വിമർശിച്ചതൊക്കെ തെറ്റാണെന്ന് അവർക്ക് ബോധ്യപ്പെടും. പ്രൈസ് ദി ലോർഡ്. ലോകം പിന്നീട് ഹല്ലേലൂയ വിമർശിച്ചത്, അന്ന് പറഞ്ഞതെല്ലാം തെറ്റായിപ്പോയെന്ന് തിരിച്ചു പറയുന്ന ഒരു സാഹചര്യം ലോകത്തിനുണ്ട്. നിങ്ങൾക്കറിയാമോ? പ്രൈസ് ദി ലോർഡ്. നമുക്കറിയാമോ, പനാമ കനാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ഹല്ലേലൂയ, മെക്സിക്കോ വഴി എളുപ്പത്തിൽ നമ്മൾ ഈ ഹോർമുസ് സ്ട്രെയിറ്റ് എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഹല്ലേലൂയ ഈ കപ്പലുകൾക്ക് വേണ്ടി പോകാനുള്ള, മെക്സിക്കോ വഴി പോകാനുള്ള ഒരു വലിയ കനാൽ നിർമ്മിക്കുന്ന സമയം, പ്രൈസ് ദി ലോർഡ്, ഇത് നിർമ്മിക്കുന്ന സമയത്ത് പലരും അതിന് നിർമ്മിക്കാനായിട്ട് തന്നെ ചുമതലപ്പെടുത്തിയതായ ഒരു പ്രധാനപ്പെട്ട ഒരു സൂപ്പർവൈസറുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കേണൽ ജോർജ് വാഷിങ്ടൺ ഗോട്ടൽ എന്നാണ് അതിൻ്റെ പേര്. അദ്ദേഹം ഒരിക്കൽ ഈ കനാൽ, സുയസ് കനാൽ പനാമ കനാൽ ഉണ്ടാക്കാനായിട്ട് ഉള്ള പ്രോഗ്രാംസ് ആരംഭിച്ചപ്പോൾ, അതിനുള്ള എസ്റ്റിമേഷൻ, അതിനുള്ള പ്ലാനുകൾ ആരംഭിച്ചപ്പോൾ ലോകം മുഴുവൻ അദ്ദേഹത്തെ നോക്കി പറഞ്ഞു, നീ എന്ത് മണ്ടത്തരമാണ് കാണിക്കാൻ പോകുന്നത്, ദിസ് ഇസ് നോട്ട് ക്വൈറ്റ് പോസിബിൾ. ഇങ്ങനെ ഒരു എളുപ്പ വഴി, സീ റൂട്ട് ഉണ്ടാക്കാൻ യാതൊരു സാധ്യതയുമില്ല. ലോകത്തിൽ ഒരു വ്യക്തി പോലും ഈ ജോർജ് വാഷിങ്ടണിന് യാതൊരു വിധത്തിലുള്ള സപ്പോർട്ട് കൊടുത്തില്ല. ഈ സൂപ്പർവൈസറിന്, ഈ കേണലിന് യാതൊരു സപ്പോർട്ടും കിട്ടിയില്ല പനാമ കനാൽ ഉണ്ടാക്കാനായിട്ട്. എന്നാൽ അദ്ദേഹം ആ വിമർശനത്തെ വളരെ സാവധാനതയോടെ ഏറ്റെടുത്തു. എന്നിട്ട് പയ്യെ ഈ പനാമ കനാൽ ഉണ്ടാക്കി. വളരെ വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു പണിയാണ്. ദീർഘനാളുകൾ അതിനുവേണ്ടി അധ്വാനിച്ച് അനേകർ ത്യാഗം സഹിച്ചിട്ട് ഈ കനാൽ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ പിന്നീട് പ്രൈസ് ദി ലോർഡ് ദിവസങ്ങളോളം കപ്പൽ സഞ്ചരിക്കേണ്ടത് റൂട്ട് കേവലം ചില മണിക്കൂറുകൾക്ക് വേണ്ടി അത് ഒതുക്കി ആ പനാമ കനാൽ ഒരു റീറൂട്ടിങ് അല്ലെങ്കിൽ സീ റൂട്ടിന് ഒരു പുതിയ വഴി തുറന്നു കൊടുക്കുകയായിരുന്നു. ദീർഘ ദിവസങ്ങൾ സഞ്ചരിക്കേണ്ടതായ സാഹചര്യത്തിൽ നിന്ന് കേവലം മണിക്കൂറുകൾ സഞ്ചരിക്കേണ്ടത് ഒരു സാഹചര്യത്തിലേക്ക് വന്നു. എന്നാൽ ഒരു കാര്യം അന്ന് ഓർക്കാൻ കഴിയുന്നത്, കേണൽ ഹല്ലേലൂയ തൻ്റെ ഹല്ലേലൂയ അതിൻ്റെ ആ വിമർശനത്തെ നേരിടാൻ താൻ എങ്ങനെയാണ്, തൻ്റെ കൂടെയുള്ള ഉദ്യോഗസ്ഥർ തന്നോട് ചോദിച്ചു, ഹൗ യു വിൽ ഫേസ് ദിസ് ക്രിറ്റിസിസം, എങ്ങനെ you will face this criticism. അപ്പോൾ ഈ കേണൽ പറഞ്ഞത് കാര്യം, I will face this criticism by building this canal. ഞാൻ ഈ ക്രിറ്റിസിസത്തെ എങ്ങനെ നേരിടുമെന്ന് ചോദിച്ചാൽ, this canal will reply for it. ഈ പനാമ കനാൽ എന്ത് ചെയ്യും, അതിനു വേണ്ടി മറുപടി നൽകുമെന്ന് അദ്ദേഹം അന്ന് പറയാനായിട്ട് ഇടയായിരുന്നു. ലോകം സാക്ഷി ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ആ പനാമ കനാൽ തുറന്നപ്പോൾ ആളുകൾക്ക് മനസ്സിലായി, എന്ത് വലിയ എളുപ്പമാണ് ഇതുവഴി സഞ്ചരിക്കുന്നത്, എന്ത് ഈസിയാണ് ഈ സീ റൂട്ട്, എത്ര ഈസി ആയിട്ട് ഈ യാത്രകൾക്ക് ഉപയോഗിക്കാനായിട്ട് കഴിയുമെന്ന് ലോകത്തിന് തിരിച്ചറിയാൻ കഴിഞ്ഞു. സോ വെൻ യു ആർ ഹംബിൾ വിത്ത് യുവർ ഹല്ലേലൂയ സിറ്റുവേഷൻസ് ഇൻ ദി കോണ്ടെക്സ്റ്റ് ഓഫ് ക്രിറ്റിസിസം, അവിടെ താഴ്മയോടെ ഇരിക്കാൻ കഴിയുന്നവർക്ക് ദൈവം പിന്നത്തേതിൽ ഹല്ലേലൂയ തന്നെ ഉയർത്തുവാനായിട്ട് ഇടയായിത്തീരും. ഹി വാസ് വെരി ഹോപ്പ്ഫുൾ. മൂന്നാമത്തെ കാര്യം, ദാവീദ് വളരെ പ്രതീക്ഷയുള്ളവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ ദാവീദ് അടുത്തൊരു ഒരു കാര്യം ചെയ്തുകൊണ്ട് അതിനൊരു ന്യായീകരണത്തിന് വേണ്ടി മുതിർന്നില്ല. ദാവീദ് ഒരു പ്രതിവാദവും പറഞ്ഞില്ല. അവിടെ കാണുന്നത്, ദാവീദോ തൻ്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ദാറ്റ് മീൻസ് ഹി വാസ് വെരി ഹോപ്പ്ഫുൾ.
താൻ വളരെ പ്രതീക്ഷയോടെയാണ് ആയിരുന്നത്. താൻ ആ ജനത്തിന് നേരെ ഹല്ലേലൂയ യുദ്ധത്തിന് പുറപ്പെട്ടത് തൻ്റെ ജനത്തിന് ഒരു ശത്രുത്വത്തിന് കാരണമായും തൻ്റെ ജനം കല്ലെറിയാനും തുടങ്ങിയതൊക്കെ തൻ്റെ മുമ്പിൽ ഒരു വലിയ വസ്തുതയായി നിലനിൽക്കുമ്പോൾ യഹോവയിൽ താൻ ധൈര്യപ്പെട്ടിട്ട് പ്രൈസ് ദി ലോർഡ്, പിന്നത്തേതിൽ ദൈവം എനിക്ക് നീക്കുപോക്കിനെ നൽകി തരണം. ഈ ഒരു സാഹചര്യത്തിൽ ഞങ്ങളുടെ ഭാര്യമാർ മക്കൾ എല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഞാൻ യഹോവയിൽ ധൈര്യപ്പെടുകയാണ്. എൻ്റെ ജനം എനിക്ക് നേരെ കല്ലെറിയുന്നു. ഞാൻ ചെയ്തതായ പ്രവൃത്തി വിമർശനത്തിന് വിധേയപ്പെടാൻ ഇടയായി തീർന്നു. ദൈവമേ, നിന്നിൽ ഞാൻ ധൈര്യപ്പെടുന്നുവെന്ന് പറഞ്ഞ് ഈ ദൈവത്തിൽ ധൈര്യപ്പെട്ടു. അവസാനത്തെ ഒരു ഭാഗത്തേക്ക് ഞാൻ എൻ്റെ ചിന്തയെ കൊണ്ടുവരാം. ദ റിസൾട്ട് ഓഫ് ദീസ് ക്രിറ്റിസിസം, അല്ലെങ്കിൽ ഈ വിമർശനത്തിൻ്റെ ഹല്ലേലൂയ അതിൻ്റെ ഫലം എന്താണെന്ന് ചോദിച്ചാൽ 7-ാമത്തെ വാക്യം മുതൽ താഴോട്ട് വായിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, ഒന്നാമത്തെ കാര്യം, ഡേവിഡ്സ് ഫെയ്ത്ത് വാസ് വെരി വിസിബിൾ. ദാവീദ് ഇത്രമാത്രം പ്രതിസന്ധിയും വിമർശനമൊക്കെ ഏറ്റപ്പോഴും 7-ാമത്തെ വാക്യം താഴോട്ട് വായിച്ചു വരുമ്പോൾ ഒന്ന് വായിച്ചാട്ടെ. ദാവീദ് അഹീമേലെക്കിന്റെ മകനായ അബ്യാഥാർ പുരോഹിതനോട് ഏഫോദ് എവിടെ കൊണ്ടുവരിക? അബ്യാഥാർ ഏഫോദ് ദാവീദിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അടുത്തത്, എന്നാറേ ദാവീദ് യഹോവയോട്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കുമോ എന്ന് ചോദിച്ചു. പിന്തുടരുക, നീ അവരെ നിശ്ചയമായി എത്തിപ്പിടിക്കും, സകലവും വീണ്ടുകൊള്ളുമെന്ന് അരുളപ്പാടുണ്ടായി. അങ്ങനെ ദാവീദും കൂടെയുള്ള 600 പേരും പുറപ്പെട്ട് ബെസോർ തോട്ടിങ്കലെത്തി. ശേഷമുള്ളവർ അവിടെ താമസിച്ചു. ബെസോർ തോട് കടപ്പാൻ കഴിയാതെ വണ്ണം ക്ഷീണിച്ചിട്ട് 200 പേർ പുറകിൽ താമസിച്ചത് കൊണ്ട് ദാവീദും 400 പേരും പിന്തുടർന്നു ചെന്നു. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നോക്കുക, 7-ാമത്തെ വാക്യം വ്യക്തമായി പറയുന്നു, ദാവീദ് പിന്നീട് ഒരു ബാക്ക്ഗ്രൗണ്ട് വർക്കിന് വേണ്ടി പോയില്ല. തിരിച്ചിലേക്ക് പുറയിൽ നിന്ന് എന്തെങ്കിലും ഒരു മറുപരിപാടിക്ക് താൻ തുനിഞ്ഞില്ല. ഇറ്റ് വാസ് വെരി പബ്ലിക് ഡെമോൺസ്ട്രേഷനാണ് താൻ കൊടുത്തത്. ദാവീദ് അബ്യാഥാർ പുരോഹിതനോട് ഏഫോദ് എവിടെ കൊണ്ടുവരിക, അതൊരു പ്രീസ്റ്റ്ലി ഓഫീസിന് വേണ്ടിയുള്ളതാണ്, ഏഫോദ് കൊണ്ടുവരിക എന്ന് പറഞ്ഞു. അബ്യാഥാർ ഏഫോദ് ദാവീദിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അപ്പോൾ ദാവീദ് യഹോവയുടെ ഇൻ ദ പബ്ലിക്, മുഴുവൻ എല്ലാ ജനവും നിൽക്കെ ഹല്ലേലൂയ, ദാവീദ് ദൈവത്തോട് ചോദിക്കുകയാണ്, യഹോവയോട് ചോദിക്കുകയാണ്, ഞാൻ ഈ പരീക്ഷയെ പിന്തുടരണമോ, അവരെ എത്തിപ്പിടിക്കാമോ എന്ന് യഹോവയോട് ചോദിച്ചു. ദാവീദ് ഒരു കാര്യം തൻ്റെ ജനത്തോട് പറയാൻ ആഗ്രഹിച്ചു. ഞാൻ ഈ ജനത്തിനൊരു മറുപടി കൊടുക്കുന്നില്ല, ഞാൻ ഈ ജനത്തിനൊരു റിപ്ലൈ കൊടുക്കുന്നില്ല. ഐ വിൽ ജസ്റ്റ് ടേക്ക് ദ മാറ്റർ ഇൻ ടു ദ ലോർഡ്സ് പ്രസൻസ്. ഞാൻ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് ഇത് കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നു. ഐ ഹാവ് എ ഫെയ്ത്ത് ഇൻ ലോർഡ്. എനിക്ക് ദൈവത്തിൽ വിശ്വാസമുണ്ട്, ഞാൻ ദൈവത്തിൽ ധൈര്യപ്പെടുകയാണ്. സോ ഹി വാസ് ട്രൈങ് ടു മേക്ക് ഹിസ് ഫെയ്ത്ത് വിസിബിൾ ഫോർ എവരി വൺ. എല്ലാവരും കാണുക അവൻ ദൈവത്തോട് ചോദിക്കുകയാണ്, ദൈവമേ, ഇതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? സോ ഹി വാസ് റിലൈയിങ് ടോട്ടലി ഓൺ ഗോഡ്. ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് ദൈവവിശ്വാസത്തിൻ്റെ ഒരു വലിയ പ്രഖ്യാപനം നടത്തുകയായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അവിടെ ഒരു കാര്യം ദാവീദ് ചെയ്തത്, ദൈവം മുമ്പാകെ ഇത് ദൈവത്തിന് വേണ്ടിയുള്ള ശുശ്രൂഷയാണ്, ഇത് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ശുശ്രൂഷയാണ്. അതുകൊണ്ട് ഞാനായിട്ടൊന്നും ചെയ്യുന്നില്ല, ദൈവം എന്താണോ പറയുന്നത് അതനുസരിച്ച് ചെയ്യാൻ ഞാൻ തയ്യാറാകുകയാണ്. എൻ്റെ ഭാഗത്തുണ്ടായ ഈ ഒരു വലിയ പ്രശ്നത്തിന്, ഈ ഒരു വിമർശനത്തിന് ഞാൻ എന്താണ് പരിഹാരം കാണേണ്ടത്, അതിനുവേണ്ടി ദൈവം മുമ്പാകെ ദൈവത്തോട് ആലോചന ചോദിക്കുകയാണ്. കാരണം ഇത് ദൈവത്തിൻ്റെ പരിപാടിയാണ്, ഇത് ദൈവത്തിൻ്റെ ആലോചനയാണ്, ഇത് ദൈവത്തിൻ്റെ കാര്യമാണ്. അതുകൊണ്ട് ദൈവം തന്നെ അതിന് തീർപ്പ് കൽപ്പിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് തൻ്റെ വിശ്വാസം എല്ലാവരും കാണുക പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതെല്ലാം ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. എത്രമാത്രം വിമർശനങ്ങൾ നമ്മൾ നേരിടുമ്പോഴും ഒരു കാര്യം ഉള്ളിലൊരു ബോധ്യം വേണം, വാട്ട് ഐ ആം ഡൂയിങ് ഈസ് ഫോർ മൈ ലോഡ്. ദൈവത്തിന് വേണ്ടി എന്നുള്ള നിലയിൽ ചെയ്യുമ്പോൾ പ്രൈസ് ദി ലോർഡ്, എത്ര വിമർശനങ്ങളുണ്ടായാലും, എത്ര പ്രതിസന്ധികളുണ്ടായാലും, എത്ര ഹല്ലേലൂയ ആലോചനകൾ നമുക്കെതിരെ വന്നാലും ഇത് ദൈവത്തിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നതെന്ന് ഹൃദയത്തിൽ ഒരു ദൃഢനിശ്ചയമുണ്ടെങ്കിൽ, ഒരു സമർപ്പണമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മെ മാനിക്കുവാനായിട്ടിടയായിത്തീരും. കർത്താവ് നമ്മെ ഹല്ലേലൂയ മുന്നോട്ട് നടത്തുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്.
ഇന്ന് പ്രഭാതത്തിൽ ഹല്ലേലൂയ, ഇന്ന് ഉച്ച സമയത്ത് കൊയറിൻ്റെ ഒരു മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഞാൻ പ്രിയപ്പെട്ടവരോട് പറഞ്ഞതൊരു കാര്യമാണ്. നമ്മൾ ചെയ്യുന്നതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്യുന്നു എന്നുള്ള ഒരു അനുഭവത്തിൽ, ദൈവത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് എന്ന് ഹൃദയത്തിൽ ചിന്തിച്ചുകൊണ്ട് ചെയ്താൽ നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടുവാനായിട്ട് ഇടയായിത്തീരും. ഇറ്റ് ഈസ് നോട്ട് ഫോർ മീ, എൻ്റെ ഒരു കാര്യത്തിന് വേണ്ടിയല്ല. ഇറ്റ് ഈസ് നോട്ട് എനിത്തിങ് ഫോർ മൈ ഗെയിൻ, എൻ്റെ നേട്ടത്തിന് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ നാമമഹത്വത്തിന് വേണ്ടിയാണ്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജീവിതത്തിൽ എന്തെങ്കിലും തിക്താനുഭവങ്ങൾ നേരിടേണ്ടി വന്ന സാഹചര്യം ഉണ്ടെങ്കിലും, ഐ ആം ഡൂയിങ് ഇറ്റ് ഫോർ ദ ലോർഡ്, ഐ ആം ഡൂയിങ് ഇറ്റ് ഫോർ മൈ ക്രൈസ്റ്റ്, ഐ ആം ഡൂയിങ് ഇറ്റ് ഫോർ ദി ഹല്ലേലൂയ ഗ്ലോറി ഓഫ് ദ ലോർഡ് എന്നുള്ളതായിരിക്കട്ടെ നമ്മുടെ ആറ്റിറ്റ്യൂഡ്. പ്രൈസ് ദ ലോർഡ്. അങ്ങനെ ജീവിതത്തിലേക്ക് പ്രവേശിച്ചതായ ദാവീദ്, അങ്ങനെ അതിനെ ചിന്തിക്കാൻ തുടങ്ങിയ ദാവീദ്, ഹിസ് ഫെയ്ത്ത് വാസ് വിൻഡിക്കേറ്റഡ്, തന്നെ കുറ്റവിമുക്തനാക്കി. 11 മുതൽ 17 വരെ വാക്യങ്ങൾ വായിക്കുമ്പോൾ സമയമില്ലാത്തതുകൊണ്ട് വായിക്കുന്നില്ല, നിങ്ങൾ വീട്ടിൽ ചെന്ന് വായിച്ചു നോക്കണം. 30-ാം അധ്യായം 11 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഏത് ജനമാണോ കല്ലെറിഞ്ഞത്, ദൈവം അവന് വേണ്ടി നീക്കുപോക്ക് വരുത്തുവാനായിട്ട് ഇടയായി തീർന്നു. അതിനുവേണ്ടി യാതൊരു സാധ്യതയുമില്ലാതിരുന്ന ഫെലിസ്ത്യ ദേശത്ത് നിന്ന് ഏതോ ഒരു മനുഷ്യൻ വഴിതെറ്റി ഇവരുടെ അടുക്കൽ വരികയും അവനെ പിടിച്ചിട്ട് അവനോട് കാര്യങ്ങളെല്ലാം സംസാരിച്ച് നോക്കിയിട്ട് അവരുമായിട്ടൊരു ഡീലിൽ ഏർപ്പെട്ടിട്ട് ഫെലിസ്ത്യ ദേശത്ത് ചെന്ന് സകലരെയും വിടുവിച്ച്, തൻ്റെ ഭാര്യമാരെയും മക്കളെയും എല്ലാം വിടുവിച്ചുകൊണ്ട് ഹല്ലേലൂയ ഇസ്രായേൽ ജനം മടങ്ങി വരികയാണ്. എപ്പോഴാണോ ദൈവത്തിന് വേണ്ടി തങ്ങളുടെ ഹൃദയങ്ങളെ താഴ്ത്തി സമർപ്പിച്ചത്, എപ്പോഴാണോ ദൈവവിശ്വാസം അവർ പ്രഖ്യാപിച്ചത്, ഹല്ലേലൂയ അവരുടെ വിശ്വാസത്തെ ദൈവം മാനിച്ചു, അവനെ കുറ്റവിമുക്തനാക്കി. ഏത് ജനമാണോ കല്ലെറിഞ്ഞത്, ഏത് ജനമാണോ അവന് നേരെ കല്ലെറിഞ്ഞത്, ആ ജനം തന്നെ ഹല്ലേലൂയ ദാവീദ് ഞങ്ങളുടെ നേതാവെന്ന നിലയിൽ അവനെ തിരിച്ചറിയുവാനായിട്ടിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അവസാനത്തെ 18 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ദാവീദിൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിന് വേണ്ടി വില കൊടുത്ത ദാവീദിന് തനിക്ക് നേരെ കല്ലേറുകൾ ഉണ്ടായിട്ടും ദൈവത്തിൽ ആശ്രയിച്ച്, റിട്ടാലിയേറ്റ് ചെയ്യാതെ, പ്രതിവാദം പറയാതെ ദൈവത്തിൽ ആശ്രയിച്ചവന് ദൈവം ഒരു വിജയം കൊടുത്തു എന്നാണ് കാണാൻ കഴിയുന്നത്. 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, എന്തൊക്കെയായിരുന്നോ തനിക്ക് പ്രതിസന്ധിയായി ഉയർന്നു നിന്നത്, എന്തൊക്കെയാണോ തനിക്ക് നഷ്ടപ്പെട്ടത്, എല്ലാം മടങ്ങി ലഭിക്കുവാനായിട്ടിടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ലോകത്തിൽ നിന്നോ, നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നോ, ഹല്ലേലൂയ നമ്മുടെ ജോലിയിടങ്ങളിൽ നിന്നോ, നമ്മുടെ ഹയർ മാനേജേഴ്സിൽ നിന്നോ, നമ്മുടേതായ ഭവനത്തിൽ നിന്നോ, നമ്മുടെ വീടുകളിൽ നിന്നോ, എവിടെ നിന്നാണേലും നമുക്ക് വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ അതിനെ വളരെ താഴ്മയോടെ ഹല്ലേലൂയ അതിനെ ക്രിയാത്മകമായി കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മെ മാനിക്കാനായിട്ട് കഴിയും, ദൈവത്തിന് നമ്മെ ഉയർത്താൻ കഴിയും, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങളെ നൽകാൻ കഴിയും. ദൈവം നമ്മെ വാസ്തവമായി ദൈവത്തിൻ്റെ ഒരു ഇണങ്ങിയ ആയുധമാക്കി ദൈവം നമ്മെ ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് ഈ വചനത്തിൽ ഉറയ്ക്കാനായിട്ട് കഴിയും? ഒരുപക്ഷെ ഞാനും നിങ്ങളുമൊക്കെ ദൈനംദിന ജീവിതത്തിൽ അനവധിയായ പ്രതിസന്ധികൾ ഇതുപോലെ നേരിടുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ വർക്ക് പ്ലേസിലായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മീയ തലത്തിലായിരിക്കാം, നിങ്ങളുടേതായ ഭവനത്തിലായിരിക്കാം. നിങ്ങൾ എപ്പോഴും വിമർശനം നേരിടുന്നതായ ഒരു കുറ്റം കേട്ടോണ്ടിരിക്കുന്ന, കുറ്റാരോപണം കേട്ടോണ്ടിരിക്കുന്ന, വിമർശനങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന, എന്ത് ചെയ്താലും കുറ്റം മാത്രം കേൾക്കുന്നവരായി ജീവിക്കുന്നവരാണെങ്കിൽ ദൈവനാമത്തിൽ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ദാവീദ് ചെയ്തത് ഒരു മോഡലാണ്. He was not retaliating, but he was just hallelujah taking trust in the Lord. ദൈവത്തിൽ ധൈര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. ആ ഒരു ആത്മവാക്യം ഇന്ന് ഈ രാത്രികാലം എടുത്തുകൊണ്ട് പോകുവാനായിട്ട് ഞാൻ ദൈവജനത്തോട് ആഹ്വാനം ചെയ്യുകയാണ്. ഏതൊക്കെ പ്രതിസന്ധി ആയിക്കൊള്ളട്ടെ, എന്തൊക്കെ വിഷയങ്ങളായിക്കൊള്ളട്ടെ, ദൈവത്തിൽ ധൈര്യപ്പെടുക, യേശുവിൽ ധൈര്യപ്പെടുക. ദൈവം നമുക്ക് നീക്കുപോക്കുകളെ നൽകും. എത്ര പേർക്ക് ഈ വചനത്തിന് മുമ്പാകെ തങ്ങളെ തന്നെ സമർപ്പിക്കാൻ കഴിയും? ഈ രാത്രികാലം തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. ലോകം ഒരുപക്ഷെ നമുക്കെതിരെ തിരിയുമായിരിക്കാം, മനുഷ്യർ നമുക്കെതിരെ തിരിയുമായിരിക്കാം, നമ്മുടെ ചുറ്റുപാടുമുള്ളവർ നമുക്കെതിരെ തിരിയുമായിരിക്കാം. എന്നാൽ ദൈവത്തിൽ ധൈര്യപ്പെടുക, ദൈവത്തിൽ ധൈര്യപ്പെടുക. നമ്മുടെ ഹൃദയം ഹല്ലേലൂയ ഭാരത്തോടെ ആയിരുന്നാലും, നമ്മുടെ ഹൃദയം ഹല്ലേലൂയ വേദന കൊണ്ട് നിറഞ്ഞാലും, നമ്മുടെ ഹൃദയം ഹല്ലേലൂയ വ്യസനത്തോടെ മാറിയാലും, ജസ്റ്റ് ബി ഹോപ്പ്ഫുൾ. ദൈവത്തിൽ പ്രത്യാശ വെക്കുക. നമ്മുടെ ഹൃദയം പ്രത്യാശയോടെ ഇരിക്കാനായിട്ട് ഇടയായി തീരട്ടെ. നമ്മുടെ വിശ്വാസം ഹല്ലേലൂയ മേക്ക് ഇറ്റ് വിസിബിൾ ടു ഓൾ. ഹല്ലേലൂയ പുകമറയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നതല്ല. മേക്ക് ഇറ്റ് വിസിബിൾ ടു ഓൾ. ബി ട്രാൻസ്പെറൻറ്റ് ടു ഓൾ. എല്ലാവർക്കും വേണ്ടി ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുക. ബി ട്രാൻസ്പെറൻറ്റ് ടു ഓൾ. അറ്റ് ദ സെയിം ടൈം ഗോഡ് വിൽ വിൻഡിക്കേറ്റ് ഫോർ യു. ദൈവം നിങ്ങളെ കുറ്റവിമുക്തനാക്കും. ഗോഡ് വിൽ വിൻഡിക്കേറ്റ് യുവർ ഇഷ്യൂസ് ആൻഡ് ഫൈനലി ഗോഡ് വിൽ റിവാർഡ് യു വിത്ത് ദ വിക്ടറി. ദൈവം അതിനായി നിങ്ങളെ ഓരോരുത്തരെയും ധൈര്യപ്പെടുത്തട്ടെ, സഹായിക്കട്ടെ.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് ഹല്ലേലൂയ ദൈവത്തിൻ്റെ ദൈവജനത്തോട് ശുശ്രൂഷിപ്പാനായിട്ട് ഈ ഒരു ഭേദഭാഗത്തിൽ നിന്ന് ഇങ്ങനെ ശുശ്രൂഷിപ്പാനായിട്ട് ദൈവം എനിക്ക് നിയോഗം നൽകി തന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പല വിഷയങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നുപോയെങ്കിലും പല ചിന്തകൾ ഇങ്ങനെ പ്രസംഗിക്കാനായിട്ടുള്ളതൊക്കെ ആശയങ്ങൾ കടന്നു വന്നെങ്കിലും ദൈവം ഈ ഒരു ഭാഗത്ത് ദൈവാത്മാവ് എന്നെ ഇങ്ങനെ സ്പർശിക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഇത് പറയണമെന്ന് ദൈവാത്മാവ് എന്നോട് വ്യക്തമായി ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ മുൻവിധിയില്ലാതെ ഈ ദൈവത്തിൻ്റെ വചനങ്ങൾ ഏറ്റെടുക്കാൻ കഴിയുന്നുവെങ്കിൽ ഹല്ലേലൂയ, God is ready to give you a victory. God is ready to give you a vindication. നിങ്ങൾക്കൊരു കുറ്റവിമുക്തി തരാൻ ദൈവത്തിന് കഴിയും. നമ്മുടെ ജീവിതം ദൈവകരങ്ങളിലേക്കൊന്ന് സമർപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന് മുമ്പാകെ ഒന്ന് സമർപ്പിച്ചു കൊടുത്താട്ടെ. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം.